ദൈനംദിന ജീവിതത്തിൽ ഇന്ന് പറയുന്ന കാര്യം ഏറ്റവും നിസ്സാരമായിട്ട് തോന്നാം. ഇതൊക്കെ എത്ര പറയാനുണ്ടോ എന്ന് തോന്നാം. പക്ഷെ നിസ്സാരമായ കാര്യമാണ് ജീവിതം. ഇതത്ര വലിയ കാര്യം ആനക്കാര്യമൊന്നല്ല, നിസ്സാര കാര്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വീട്ടിലെ കാര്യമാണ്. കുടുംബാംഗങ്ങളെല്ലാം കൂടി കേൾക്കുന്നതായതുകൊണ്ട് എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം പറയുകയാണ്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പം ആരും കുടുംബാംഗങ്ങളില്ല. ബാക്കി കൂട്ടുകുടുംബമായിരിക്കും. ഏത് കുടുംബത്തിലും മകനും ഭാര്യ ഉണ്ടാവും, മകളും ഭർത്താവും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ കുടുംബങ്ങളിൽ ചെറുതാണെങ്കിലും ശരി ചില സംഘർഷമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇത് കുടുംബമാണെങ്കിലും വീടാണെങ്കിലും ജോലി സ്ഥലമാണെങ്കിലും ഒക്കെ ഇത് ബാധക. എൻ്റെ കുടുംബത്തില് എപ്പോഴെങ്കിലും ഒന്ന് ദേഷ്യപ്പെടാനുള്ളൊരു കാരണം വരുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് പിച്ചാത്തി എടുക്കാൻ നോക്കും. പിച്ചാത്തി അവിടെ കാണില്ല. പിന്നെ പിച്ചാത്തി തിരയലായിരിക്കും കുറെ നേരം. ഭാര്യ മുറ്റത്തായിരിക്കും. മുറ്റത്ത് വന്നു പിച്ചാത്തി അവിടെ ഇല്ലേ, പതിവായി വെക്കണ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഇത്രയൊക്കെ തെരഞ്ഞിട്ട് ഒടുവില് അതിന്റെ അപ്പുറത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും. പതിവായി വെക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സാധനം മാറ്റി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. പതിവായിട്ട് വെക്കുന്ന സ്ഥലമുണ്ട്. വെച്ചോടത്തിയിൽ കാണാത്ത ഒരു സാധനമാണ് പിച്ചാത്തി. എന്റെ അനുഭവം പറയാം. ഇടയ്ക്ക് തൊടിയിലേക്ക് ഇറങ്ങും. അപ്പൊ തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കൊത്തൊക്കെ ഉണ്ടെങ്കിൽ കൊടുവാളും പിച്ചാത്തിയൊക്കെ എടുക്കും. പിറ്റേ ദിവസം വേറെ കാര്യത്തിന് തെരഞ്ഞു നോക്കുമ്പോൾ കാണില്ല. പിറ്റേ ദിവസം തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ കാണില്ല. ആരോടാ ദേഷ്യപ്പെടുക? ആരെങ്കിലും കണ്ടാൽ ദേഷ്യപ്പെടും. ഇവിടെ എടുത്തുവോ? എടുത്താ ആ സ്ഥാനത്ത് വെക്കണ്ടേ? ഒന്നും വേണ്ട, വെറും കൈയായിട്ട് ഇറങ്ങിയിട്ട് തൊടിയിൽ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാണാം തലേ ദിവസം അത് അവിടെ മറന്നു വെച്ചിരിക്കുക. നമ്മൾ തന്നെ തിരക്കിട്ടു, ഫോൺ വന്നു, ഇതാ ഫോൺ വിളിച്ചു, എടുത്തു, ഫോൺ വിളിച്ചു, പിന്നെ കൈ കഴുകി, പിന്നെ തൊടിയിലേക്ക് ഇറങ്ങില്ല. ഒരു വസ്തു എടുത്താൽ ആവശ്യം കഴിഞ്ഞ് എവിടുന്ന് എടുത്തോ ആ സ്ഥാനത്ത് അത് വെക്കുന്ന ശീലം വീട്ടിൽ മാത്രമല്ല ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മുഴുവൻ ആവശ്യമാണ്. എത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും ഒരാവശ്യം എടുത്തു, ഒരു ഫയൽ എടുത്തു അലമാറയെന്ന്. പണ്ട് ഫയലായിരുന്നു, ഇപ്പൊക്കെ കമ്പ്യൂട്ടർ വന്നതോട് കൂടിയിട്ട് രീതി മാറി. എങ്കിലും അത് പിന്നീട് ആ സ്ഥാനത്ത് വെക്കാതിരുന്നാൽ കിട്ടുമോ? പെട്ടെന്ന് ചില സംശയങ്ങൾ വരും. എനിക്ക് വരാറുണ്ട്. വളരെ വലിയൊരു കാര്യം സംശയം. ഇത് എവിടെയോ ഒരു കുറിപ്പിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 100ഓളം ഡയറി ഉണ്ട്. ഏതാ അറിയണം? 100ഓളം ഡയറി എന്തിന്റെ ആണ് എന്നുള്ളതൊരു ഡയറി ഉണ്ട്. അത് കാണില്ലെങ്കിൽ എന്ത് ചെയ്യും? അതും സ്ഥാനം മാറ്റി വെച്ചതിന്റെ ദുരിതമാണല്ലോ. അത് നോക്കിയിട്ട് വേറെ ഒന്നിന്റെ ഇടയിൽ വെച്ചിരിക്കുകയായിരുന്നു. കാരണം ആവശ്യം കഴിഞ്ഞാൽ വെച്ചു. അതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ 68ാമത്തെ ഡയറി എങ്ങനെ കണ്ടുപിടിക്കുക? 1 മുതൽക്ക് ഓർഡർ ആവണ്ടേ? ഇപ്പൊ ഓർഡർ അല്ലാതെ പോകാൻ കാരണം എന്താ? എടുത്ത സാധനം അവിടെ തന്നെ വെക്കണം. ഞാൻ കുട്ടികളോട് ഒക്കെ പറയാറുണ്ട്. എവിടുന്നൊരു സാധനം എടുത്തു, ഒരു വീട്ടിൽ വന്നു, അവിടെ തോർത്ത് കണ്ടു,
എനിക്ക് ആവശ്യം വന്നു, ഞാൻ ആ തോർത്തെടുത്തു. ആവശ്യം കഴിയുമ്പോൾ അവിടെ തന്നെ വെച്ചില്ലെങ്കിൽ ആ തോർത്ത് ആ വീട്ടുകാർക്ക് പിന്നെ കിട്ടുമോ? ഞാൻ ആ തോർത്തും തോർത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാലോ? തുന്നൽ ജോലി ചെയ്യുന്ന ഭാര്യ പെട്ടെന്നൊരു സാധാരണ തുന്നേണ്ട ആവശ്യം വന്നു. വീട്ടാവശ്യത്തിന് തുന്നുന്നവരുണ്ട്, കത്തിരി കാണാനില്ല. ഞാൻ കത്തിരി ഇപ്പൊ അവിടെ വെച്ചു, തിരയലാണ്. കത്തിരി തെരഞ്ഞു തെരഞ്ഞിട്ട് മേശ തെരഞ്ഞു, അവിടെ തെരഞ്ഞു. കുന്തം പോയാൽ കുളത്തിലും തിരയണമെന്ന് പറയാൻ കാരണം ഇതാണ്. ഒടുവില് ഭർത്താവിനോട് ചോദിച്ചാ, നീ വെച്ച കത്തിരി എന്നോടാ ചോദിക്കുക എന്നല്ലേ ചോദിക്കുക. പതിവായിട്ട് വെട്ടണം നീ കത്തിരി ഒരിടത്ത് വെച്ചാൽ എന്നോടാ ചോദിക്കുക എന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളായിരിക്കും, വലിയ ഉദ്യോഗസ്ഥനായിരിക്കും, മൂക്കത്താണ് ചുണ്ടി. നല്ല ശമ്പളം ഉണ്ടെങ്കിൽ മൂക്കത്ത് ചുണ്ടിയൊക്കെ ഒരു അഴകാ, കാരണം കയ്യിൽ കാശുണ്ടല്ലോ. നിവൃത്തിയില്ലാതെ പോയിട്ട് ചോദിച്ചു, അല്ല കത്തിരി കാണാനില്ല. കത്തിരി എന്റെ ആവശ്യത്തിന് മുറിക്കാൻ വേണ്ടി എടുത്ത് ഇതായിരിക്കണം. ദേഷ്യം വരില്ലേ? ഇയാളാണ് കത്തിരി എടുത്ത് തുറന്നിരിക്കണേ. ഇവിടെ എന്തോ ഒരു കാര്യത്തിന് എന്തോ കീറാനോ കടലാസ് മുറിക്കാനോ എന്തോ എടുത്തിട്ട് അയാൾ അവിടെ വെച്ചിരിക്കുകയാണ്. കത്തിരി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരിക്കലും കത്തിരി വെക്കാൻ പാടില്ലാത്ത സ്ഥാനത്ത്. ഈ പണിയായുധങ്ങളുടെ കാര്യത്തിൽ ഇതൊരു ശാപമാണ്. നളനെ കലി ബാധിച്ചു. ഈ കഥയൊക്കെ വെറുതെ പറയല്ല. കലി ബാധിക്കുക, നെഗറ്റീവ് നമ്മളുടെ മേല് കയറൽ തന്നെ ഈ കലി ബാധിക്കല്. അയാള് കലി അഴുകി നിൽക്കുകയാണ്, ഇപ്പൊ അയാളുടെ അടുത്തേക്ക് പോകേണ്ട അറിയില്ലേ? ചൂടായി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടില്ലേ? അയാൾ ചൂടായി നിൽക്കുക, അതാണ് കലി ഇളക. കലിക്ക് വേറെ അർത്ഥമുണ്ട്, വേറെ ദിവസം പറയാം. കലി എന്താ, ലോകാവസാനത്തിൽ വരുന്ന കലി എന്താന്ന് വേറെ കാര്യം. ഈ കലി ഇളകി നളന്റെ മേല് കലി കയറി. നളൻ പോകുമ്പോ കിടന്നുറങ്ങണ ഭാര്യയുടെ വസ്ത്രാഞ്ചലം മുറിച്ചിട്ട് വസ്ത്രമാക്കിയിട്ടൊക്കെയാണ് പോയത്. ഒരു പിച്ചാത്തിയുണ്ട്. ആ കഥയ്ക്കല്ല പ്രാധാന്യം. അന്ന് മുതൽക്ക് പിച്ചാത്തിയെ ദമയന്തി ശപിച്ചു. ആവശ്യം വരുമ്പോ നോക്കിയാൽ തന്നെ കാണാതിരിക്കട്ടെ. തമാശയ്ക്ക് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. ഇപ്പോഴും കറക്റ്റാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് അറിയാണ്. ഇനിയിപ്പോ എന്ത് വേണം? കത്തി കൊണ്ട് മുറിക്കണം. പെർമനന്റ് ആയിട്ടൊരു സാധനം ഒരിടത്തിരിക്കുമ്പോൾ അത് എടുത്തവരുടെ ഉത്തരവാദിത്തമാണ്. ഇത് ലോഡ്ജിൽ താമസിക്കുമ്പോൾ, ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കുമ്പോൾ, ജോലിക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ധാരാളം സമയം തിരയാനായിട്ട് പോകും. നമ്മളുടെ മുറിയിൽ നമ്മളൊരു സാധനം വെക്കുമ്പോൾ അത് പതിവായിട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ പല വസ്തുക്കളും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഒന്ന് മാറിയാലും ഈ വിചാരം ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. എടുത്ത സാധനം എടുത്തോടത്തിയിൽ വെക്കും. പണി സാധനങ്ങൾ പലരും എടുക്കുന്നതുകൊണ്ട് ആ സ്ഥാനത്ത് വെക്കില്ല. കൃഷിക്കാരിത് കേൾക്കുമ്പോൾ അറിയാലോ, കൈക്കോട്ടോ മള്ളാളോ പതിവായിട്ട് വെക്കുന്നതിൽ വെച്ചു, വേറൊരാൾ എടുക്കും. വേറൊരാൾ എടുത്തിട്ട് ആ കൈക്കോട്ടിന്റെ പ്രയോഗം കഴിഞ്ഞിട്ട് ഇവിടെ അല്ല കൊണ്ടുവന്ന് വെക്കുക, ഇവിടെ അല്ല കൊണ്ടുവന്ന് വെക്കുക. 3 ദിവസമാണ് ഞാനൊരു കൈക്കോട്ട് തരുന്നത്. ഞാൻ കൈക്കോട്ട് കൊണ്ട് കുറെ കളയ്ക്കണ ആളല്ല, ആവശ്യത്തിന് കൈക്കോട്ട് നമുക്ക് ആവശ്യമാണല്ലോ. തൂണിലും തുരുമ്പിലും തരുന്നു. പിന്നെയാണ് വേറെ ആള് ആവശ്യത്തിന് കൈക്കോട്ട് എടുത്തു. അയാൾ വെച്ച രീതി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉത്തരത്തിന്റെ മുകളില് കൈക്കോട്ട് വെച്ചിട്ട് താഴെ ആ കോല് മാത്രമേ കാണുള്ളൂ. ഭൂമിയിലല്ലാതെ കൈക്കോട്ട് നമ്മൾ ആകാശത്ത് തരികയോ? ആ വെച്ച രീതിയാണ്, ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല.
അയാൾ പതിവായിട്ട് അയാളുടെ കൈക്കോട്ട് അങ്ങനെയായിരിക്കും വെക്കുന്നുണ്ടാവുക. എടുത്ത സാധനം എവിടുന്ന് എടുത്തോ അവിടെ വെക്കുക. ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം തിരയുമ്പോൾ നിങ്ങൾ ആ പുസ്തകം എടുക്കുന്നില്ലെങ്കിൽ എവിടെ നിന്നാണ് ആ പുസ്തകം ആദ്യം എടുത്തത് അവിടെ തന്നെ വെക്കുക. നമ്മുടെ ജീവിതം കുറെ കൂടി സുഖാക്കാൻ നാട്ടുകാരോട് പറയണ്ട, നമ്മൾ ഓരോരോ കാര്യം ഇടയ്ക്ക് തോന്നും. കണ്ണടക്കി മൊബൈൽ കാണാതെ വരുമ്പോൾ വേറൊരു മൊബൈൽ വാങ്ങിയിട്ട് നമ്മളെ നമ്പർ വിളിക്കുമ്പോൾ ബെല്ലടിക്കുമ്പോൾ മൊബൈൽ വെക്കാം. കണ്ണടയ്ക്കും അങ്ങനെ ഒരു അലാറം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ തോന്നാം. അതിന്റെ കാരണം ധൃതി വരുമ്പോൾ പതിവായിട്ട് വെക്കാത്ത സ്ഥലത്ത് കണ്ണട വെക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ വിഷയം ഒന്ന് ചിന്തയ്ക്ക് വിടുകയാണ്. ഊണ് കഴിക്കുമ്പോൾ കുടുംബസമേതം നിങ്ങൾ ചർച്ച ചെയ്യൂ. പി ആർ രാധൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. എല്ലാവർക്കും നമസ്കാരം.